മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? എന്റെ ശബ്ദത്തിൽ ഇത്ര ഉഷാറുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ചെറിയൊരു വിഷമത്തിലാണ് നമ്മളിത് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് പറയുമ്പോൾ ഒരു ശനിയാഴ്ചയാണ്. ഇന്നലെ വൈകുന്നേരം നമ്മളൊരു ബെൽജിയൻ ട്രിപ്പ് പോകേണ്ടതായിരുന്നു. നമ്മളും ഗീതും പ്രതുവും അൻഷിഫി ഷെറീറും റോസും വിനീതും ചേർന്ന് കഴിഞ്ഞ കൊല്ലം പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് നമ്മൾ ഇക്കൊല്ലം എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് ഇന്നലെ നമ്മൾ യാത്ര പുറപ്പെടേണ്ടതായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നമ്മൾ ഒട്ടും ഇന്നേ വരെ കാണാത്ത ഒരു വെതറായിരുന്നു കേട്ടോ നെതർലൻഡ്സിൽ. 2010 ഇത്രയധികം സ്നോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്നോ വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വിന്റർ ടയറും കാര്യങ്ങളൊന്നും ഇല്ല. വിന്റർ ടയർ ഇല്ലാതെ നമ്മൾ ഒരു 1-1.5 മണിക്കൂറൊക്കെ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്ന ഒട്ടും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. റോഡൊക്കെ കുറച്ച് സ്ലിപ്പറി ആണെങ്കിൽ ഒരുപാട് ആക്സിഡന്റ്സ് ഓൾറെഡി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതൊക്കെ കുറെ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ സ്നോ കുറയുകയാണെങ്കിൽ നമുക്ക് പോവാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സ്നോ ഒട്ടും കുറഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്ത Airbnb ക്യാൻസൽ ചെയ്തു. നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. റോസ് പ്ലാൻ ചെയ്ത് നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. എല്ലാവരും പൈജാമ പാർട്ടി ഒക്കെ ഇട്ടിട്ടൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. വിഷ്ണുവും പ്രതുവും ഗീതും ഷെറീറും ഒക്കെ പൈജാമയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ അടക്കി പെറുക്കി പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഈ ട്രിപ്പ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു. ഇനി എന്നാ പോകാന്നറിയില്ല. അങ്ങനെ ആ ഒരു കാര്യം ക്യാൻസൽ ആയ സ്ഥിതിക്ക് നമ്മൾ വിചാരിച്ചു ഇന്ന് എനിക്കും വിഷ്ണുവിനും കൂടെ പുറത്തൊക്കെ പോയി ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ എനിക്കൊരു കണ്ണട വാങ്ങിക്കണമായിരുന്നു. എൻ്റെ പവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 മില്യൺ അടിച്ചതിൻ്റെ ഭാഗമായിട്ട് വിഷ്ണു എനിക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെ കുത്തിരി പിടിച്ച് വാങ്ങിക്കാന്ന് അറിയില്ലേ. എനിക്ക് അങ്ങനെയല്ല. അപ്പോൾ ഒരു കാര്യം വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു ഒരു ഗിഫ്റ്റായിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം പോയി നോക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ രാത്രി ഇവര് പിന്നെയും പനി കൂടി. ഇവന് വാക്സിനേഷൻ കഴിഞ്ഞിട്ട് ഓൾറെഡി ചെറുതായിട്ട് പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാക്സിനേഷന്റെ പനിയാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ രാവിലെ തൊട്ട് ചെറിയ കുറുകലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാലും അങ്ങനെ മരുന്ന് അവർ തരിക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണല്ലോ. പാരസെറ്റമോൾ തന്നു, ബാക്കി ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തു. പക്ഷെ പിള്ളേരുടെ കാര്യമാകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ വിളിച്ചപ്പോൾ ഒരു മണിക്കൂറിൽ തന്നെ അവർ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കാരണം പാരസെറ്റമോൾ ജീവിതകാലം മുഴുവനും കൊടുത്തോളൂ പറഞ്ഞിട്ട് അവർ നമ്മളെ വീട്ടിലോട്ട് അയച്ചു. പക്ഷെ രാത്രി നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ അവന് 39.4 അടുത്തൊക്കെ പനിയായി. അപ്പൊ ഇന്നിനി തീരെ പുറത്തിറക്കണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതുകൊണ്ട് എല്ലാം ക്യാൻസലായി. നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു ദിവസമാണെന്ന് അല്ലേ വിഷ്ണു? അതുകൊണ്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു ദിവസത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പുറത്തിറങ്ങണം എന്നില്ല. വീട്ടിന്റെ അകത്തുനിന്ന് ഇഷ്ടം പോലെ കാര്യങ്ങളും പണികളും നമുക്ക് ചെയ്യാൻ വേണ്ടി ബാക്കിയുണ്ട് കേട്ടോ. രാവിലെ ഒന്ന് മുഖം കഴിക്കേണ്ട ചെറിയ കലാവിരുതാണ് ടീഷർട്ടിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പനിയുള്ള കുട്ടി അല്ലേ? പനിയുള്ള കുട്ടി 3 ദിവസമായിട്ട് ഉവിക്ക് പനിയാണ്. ഈ പിള്ളേർക്ക് അസുഖം വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം ഇവർക്ക് എന്തൊക്കെയൊക്കെയാ തോന്നുന്നതെന്ന് പറഞ്ഞുതരാൻ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ തൊണ്ടവേദനയ്ക്കാണോ മൂക്കടഞ്ഞിട്ടാണോ എന്തിനാണ് കരയുന്നതെന്നുള്ളത് മൊത്തത്തിൽ അങ്ങോട്ട് മനസ്സിലാവാത്തൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാനും വിഷ്ണുവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലുവി പിന്നെ പാലുകൂടി കുറച്ചു, കഴിപ്പ് കുറച്ചു. അപ്പം അതിൻ്റെ എന്താണ് നിങ്ങളോട് എടുക്കാൻ ഉവീനെ എടുത്തോളാൻ അല്ലേ? ഉവിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ആട് മാസം കഴിഞ്ഞിട്ട് ഉവി കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞുതരും അല്ലേ? എന്താ മുടിയുടെ അവസ്ഥ നോക്കണേ. ഇവനെ ജനിച്ച് ഡോക്ടർ ഇങ്ങോട്ട് എടുത്തല്ലോ. എടുത്ത ഉടനെ ഡോക്ടർ പറഞ്ഞ കാര്യമായിരുന്നു ലോട്ട് ഓഫ് ഹെയറാ. അതേപോലെ തന്നെ മുടി നമുക്ക് ഒരു കുറവുമില്ല. എൻ്റെ ഉവാപ്പി ഒന്നടങ്ങിയിരിക്കടാ. മതി ഓക്കെ. നല്ല കാര്യമാടാ പറയണത്. പറഞ്ഞത് ഒരുപാട് മുടി ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ഇപ്പൊ മുടി അവിടെ ഇവിടെയൊക്കെ റാൻഡം ആയിട്ട് വളരുമ്പോഴേ ഞാൻ അവിടെ ഇവിടെയൊക്കെ ചെറുതായി മുറിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിക്കും ചെവിക്കും ഒക്കെ മുടി ഇറങ്ങാം. പക്ഷെ നമുക്കൊരു കടയിലൊക്കെ കൊണ്ടുപോയിട്ട് മുറിക്കണം എന്നുണ്ടെങ്കിൽ തല ഒന്നും കൂടെ തിരിക്കുന്നൊക്കെ സ്റ്റേബിൾ ആവണമെന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഈ കത്രിക അവിടെയും ഇവിടെയൊക്കെ കൊണ്ടാലോ. അപ്പൊ അതുകൊണ്ട് കടയിൽ കൊണ്ടുപോയിട്ടില്ല. എൻ്റെ കലാവിരുതാണ് യുവിയുടെ മുടിയിൽ. അപ്പൊ യുവിക്ക് ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. രാവിലെ കുറച്ച് പാലൊക്കെ കുടിച്ചിട്ടുള്ളൂ. ഉവി നോക്കിയിട്ട് വരാം. ഓക്കെ, ഉറങ്ങാം. നമുക്ക് ഉവീനെ ഈ ഒരു പ്ലേ മാറ്റിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായിരിക്കണോ? ഉവി ചെറുതായിട്ട് ഇങ്ങനെ മുട്ടുകുത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടെ വലിയ പ്ലേ മാറ്റ് എവിടെയെങ്കിലും ഇട്ടിട്ട് അവന് കുറച്ച് മുട്ടുകുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. നിലത്ത് ചെറുതായിട്ട് നമുക്ക് ഫ്ലോർ ഹീറ്റിംഗ് ഇല്ല കേട്ടോ നമ്മൾക്ക്. അതുകൊണ്ട് നിലത്ത് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവനത്ര ഈസി ആയിരിക്കില്ല. അപ്പൊ പറഞ്ഞു വന്നെന്തായിരുന്നു? പ്ലേ മാറ്റ് നമ്മളിന്ന് ഓർഡർ ചെയ്യും. ഓക്കെ, എന്താണ് ഇന്നത്തെ നമ്മുടെ എല്ലാ പ്ലാനും ക്യാൻസൽ ചെയ്തൊരു ദിവസത്തെ പറ്റിയിട്ട് താങ്കൾക്ക് പറയാനുള്ളത്?
ഭയങ്കര എന്താ പറയുക, എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലിരിക്കുന്നതിൻ്റെ ഒരു അനുഭൂതി ഉണ്ട്. വിഷമമുണ്ടോ ട്രിപ്പ് ക്യാൻസൽ ആയാല്? വിഷ്ണുവിന് വലിയ വിഷമമില്ല, കാരണം വിഷ്ണു പൈജാമ ഇടുന്ന നാണക്കെട്ടിലായിരുന്നു പ്രതു. റോസ് പിടിച്ച് പൈജാമ ഇടിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് റോസിന്റെ പൈജാമയൊക്കെ ഓർഡർ ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തായിരുന്നു അല്ലേ? വിഷ്ണു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പ്രതുവിനെ പൈജാമയിൽ കാണാൻ. ഈ ആവശ്യം ട്രിപ്പിന് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു, റോഡ് തീരെ സേഫ് അല്ലായിരുന്നു. സോ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഇനി വീട്ടിലിരുന്ന് നമ്മൾ പലതരം കലാപരിപാടികൾ ചെയ്തുകൊണ്ട് കൊറേ ചെയ്യാനുണ്ട്, കലാപരിപാടി ഒതുക്കാനുണ്ട്, പെറുക്കാനുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ലൈഫ് വിത്ത് 6 months old? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഓരോ ദിവസവും നമ്മൾ ഡിസ്കവറിംഗ് ആണ് അല്ലേ? എന്ത് ഇന്ന് ഡിസ്കവർ ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതെ. പിന്നെ ഇന്ന് വൈകുന്നേരം ഇവന്റെ പനി പിന്നെ ഒന്നും വന്നിട്ടില്ലെങ്കിൽ വിഷ്ണു എനിക്ക് ഒരു 1 million ഗിഫ്റ്റ് വാങ്ങിച്ചു തരും അല്ലേ? പിന്നല്ല, ഞാൻ വിഷ്ണുവിനൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒരു നമുക്കൊന്ന് ഓർക്കുക, നമ്മൾ യുവിക്ക് ചെറിയൊരു പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അതായത് ഇന്ന സമയത്ത് ഉറങ്ങുക, ഇന്ന സമയത്ത് എണീക്കുക എന്നുള്ളത് കാര്യമായിട്ടല്ല, ചെറുതായിട്ടെങ്കിലും അങ്ങനെ ഒരു പാറ്റേൺ ഇല്ലെങ്കിലേ നമ്മൾ രണ്ടുപേരും വർക്കിങ്ങും ഇവനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള പരിപാടി മുഴുവൻ അങ്ങോട്ട് ശരിയാവാത്ത പോലെ. അപ്പോൾ നമ്മൾ GGDയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു റുട്ടീൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അമ്മു ചേച്ചിയൊക്കെ ഉപദേശം തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൃത്യസമയത്ത് ഓരോരോ കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലുവിക്ക് ഇഷ്ടമാണോ കൃത്യസമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ? കുഴപ്പമില്ല അല്ലേ? നമ്മൾ ഇവനെ രാത്രി സ്ലീപ്പ് ബാഗിലായിരുന്നു കേട്ടോ ഇടാറുണ്ടായിരുന്നേ. പക്ഷെ സ്ലീപ്പ് ബാഗ് എനിക്ക് തോന്നുന്നു പനി വരുമ്പോ കുറച്ചും കൂടെ ചൂടല്ലേ, അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊരു ലൈറ്റ് സ്വാഡ്ലിങ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ കിടത്തുന്നത്. ഈ സ്വാഡ്ലിങ് ചെയ്താലേ ഇവരിങ്ങനെ ഞെട്ടില്ലേ, അത് ഞെട്ടലിലൊക്കെ ഇവർ ഉണരൂലോ. അപ്പൊ ഞെട്ടുന്നതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും എന്നാണ് പറയുക. അതുകൊണ്ട് ചെറിയൊരു ലൈറ്റ് സ്വാഡ്ലിങ്, ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആട്ടോ. കാരണം പനിയുള്ളപ്പോ നമ്മൾ അധികം ചൂടെടുക്കുന്ന രീതിയിൽ കിടക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഉടങ്ങിയേ പറ്റൂ കേട്ടോ. രാത്രി ഉവി നന്നായിട്ട് ഉടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ അധികം അവനെങ്ങനെ കിടത്തിയിട്ട് ഒപ്പം നമ്മൾ ഇരുന്നിട്ട് ഉറക്കാൻ വേണ്ടിയിട്ടോ ട്രൈ ചെയ്യാറ്. എടുത്തുറക്കുന്നത് നല്ലോണം കുറച്ചിട്ടുണ്ട്. പക്ഷെ ഇതാണ് അവന് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ എണീറ്റ് വരുമ്പോൾ അവനങ്ങനെ അറിയുകയും ചെയ്യില്ല. ഇത് മോം കോസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വൈറ്റ് നോയ്സും അതേപോലെ ഇങ്ങനത്തെ ബേബി മ്യൂസിക്സ് ഒക്കെ വരുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത ലൈറ്റും വരും. ഇത് നമ്മൾ വാങ്ങിയതിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യമാണ്. കാരണം രാത്രി ഇവനൊരു ചെറിയ ലൈറ്റ് വേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ ഉറങ്ങി എണീക്കുമ്പോൾ പേടിക്കുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ ഇതിൽ കണ്ടോ, നമുക്ക് മുകളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത ചെറിയൊരു ലൈറ്റും വരും. അപ്പോൾ ഇത് നമ്മൾ രാത്രി മുഴുവൻ ഇടാറുണ്ട്. ഇതിൽ പല നോയ്സസും ഉണ്ട് കേട്ടോ. ഇതേപോലെ ഒന്ന് ഈ ഒരു ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, പിന്നെ അത് കണ്ടോ പല പല മ്യൂസിക്സും ഉണ്ട്. നമുക്ക് വേണ്ടത് ഇതിൽ മാറ്റി മാറ്റി വെക്കാം. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള. നമ്മുടെ ഇന്നലത്തെ ട്രിപ്പ് ക്യാൻസൽ ആയതുകൊണ്ട് ഷെറീറിന്റെ അടുത്തായിരുന്നു ഇന്നലെ റോസും വിനീതും സ്റ്റേ. നമ്മൾ ഈ പ്രദൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഗീതുവിന്റെ സിസ്റ്റർ പോയിട്ട് ഇപ്പൊ കുറച്ചല്ലേ ആവുന്നുള്ളൂ. അപ്പൊ അവര് വിചാരിച്ചു ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് വീട്ടിലിരിക്കാണ്. പിന്നെ ഇന്നലത്തെ വെതർ പ്രഡിക്ഷനിൽ ഇവിടെ രാത്രി കൊടുങ്കാറ്റുണ്ടായിരുന്നു, സ്റ്റോം. നമ്മൾ വിചാരിച്ചു പോയാൽ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ രാവിലെ എണീറ്റ് ഇവന്റെ ഈ പറയുന്ന പോലെ ചെറിയ റുട്ടീൻ കൊണ്ടുവരാനുള്ള പരിപാടിക്കൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് തൽക്കാലം ഈ ആഴ്ച പോകുന്നില്ല എന്ന് വിചാരിച്ചു. ഇത് യുവിക്ക് വേണ്ടിയിട്ടുള്ള പെയറാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് യുവിക്ക് സോളിഡ്സ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് 6 മാസമായിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ. അത് നമ്മൾ അഡ്രസ് ചെയ്തും കൊണ്ട് അടുത്ത വീട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിട്ടോ. ശരിക്ക് WHO പറയുന്നുണ്ട് 6 months കഴിഞ്ഞിട്ടാണ് പിള്ളേർക്ക് നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ യൂറോപ്പിൽ പല ഭാഗങ്ങളിലും 4 months അല്ലെങ്കിൽ 4.5 months ഒക്കെ ആവുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യമില്ലേ, അത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അന്ന് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 4 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും പാല് കുറക്കില്ല കേട്ടോ. പാല് സെയിം ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും. പക്ഷെ ഡിഫറെന്റ് ടേസ്റ്റ് നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അവക്കാഡോ, പംകിൻ, ആപ്പിൾ, അതൊക്കെ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ മാത്രം. അപ്പോ ആ ഒരു ഫേസ് ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇപ്പോ ഒന്ന് മാറ്റിയിട്ട് നമ്മള് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണിലോട്ടൊക്കെ മാറി തുടങ്ങി കേട്ടോ. ഇപ്പൊ പിന്നെ ഇനി ഒരു 3-4 ദിവസത്തിൽ അവന് 6 months ആവും ചെയ്യും. അപ്പൊ അവന് വേണ്ടിയിട്ടുള്ള പെയറാണത്. ഇന്ന് പനി ആയത് കാരണം രാവിലെ അവൻ കഴിക്കാൻ വലിയ താല്പര്യം കാണിക്കണ്ടായിരുന്നല്ല. ഇപ്പൊ രാവിലെ പാലനെ കൊടുത്തേ. ഇനിയിപ്പോ ഉച്ചയ്ക്ക് കുറച്ച് പെയർ കൊടുക്കാന്ന് വിചാരിക്കണം.
സ്വീറ്റി ഫോക്സ് എന്ന് പറയുന്ന ഒരു ബേബി ഫുഡ് പ്രോസസർ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് അനിവാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെയധികം അനിവാര്യമാണെന്ന്. കാരണം ഇതില് സ്റ്റീം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ നമുക്കിത് എന്താ പറയാ ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതിന്റെ ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മളോട് ഇവിടെ GGDയിലൊക്കെ പറഞ്ഞത് നമുക്കിപ്പോ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രീസ് ചെയ്യാന്ന്. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഹെൽത്തി ആണെന്ന് തന്നെയാണ് ഇവിടെ നമ്മുടെ ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അത്രയ്ക്കൊന്നും ആക്കി വെക്കാൻ മാത്രം ഇതിന്റെ വലുപ്പം എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായേക്കാം. അതായത് 6 monthsൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, ചിലപ്പോൾ ഫുഡ് ഫ്രീസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ കംപ്ലീറ്റ്ലി നമ്മുടെ അടുത്ത് ഇവിടെ യുവിനെ നോക്കുന്ന ഡോക്ടർ എന്താണോ പറയുന്നത് അത് നമ്മൾ അതേപോലെ ഫോളോ ചെയ്യാനാണ് നോക്കുന്നത്. കാരണം നമ്മളെക്കാളും നോളജ് ഉള്ള ആൾക്കാരാണ് അവരതിൽ. അപ്പോൾ മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് അതിൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ ചെയ്തിരുന്നു അത് തന്നെയാണ്. എന്താണോ എന്നെ നോക്കുന്ന ഡോക്ടർ പറയുന്നത് അത് ഞാൻ അതേപോലെ ഫോളോ ചെയ്യാന്നുള്ളത്. അതേപോലെ യുവിയുടെ കാര്യം ഇപ്പൊ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ ടർക്കിഷ് എഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് ഫുൾ ബോയിൽ ആയി കഴിഞ്ഞാൽ ആ ഒരു ഡിഷിന്റെ ടേസ്റ്റ് അങ്ങോട്ട് പോകും. അപ്പൊ എപ്പോഴും ഒരു 5-6 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയൊന്ന് വാട്ടിയെടുക്കുക എന്ന് പറയില്ലേ, ഹാഫ് ബോയിൽഡ് ആയിട്ട്. അപ്പൊ അത്ര മാത്രമാണെങ്കിലാണ് ആ യോഗട്ടിനോട് മിക്സ് ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരിക. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല ഹെവിയാണ്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് കഴിക്കുന്ന സമയം വരെ നല്ല കട്ടിക്ക് അവിടെ കിടന്നോളും. ഒട്ടും നമുക്ക് വിശക്കും കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്റെ കഴിഞ്ഞ വീഡിയോയിൽ വെച്ച് കഴിഞ്ഞതിന്റെ മുന്നത്തെ വീഡിയോ ഏതോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കമന്റ്സ് വരാറുണ്ട്, ടൂ മച്ച് ഓഫ് ടോക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് സത്യമാണ്. ഞാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലോണം വർത്താനം പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനത്തെ ട്രൈറ്റ്സ് ഒക്കെ നമ്മുടെ നിന്ന് ഒഴിവാക്കി നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യല്ലേ. അപ്പൊ വർത്താനം പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാലോ എത്ര കാലമായിട്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. അതൊക്കെ മാറ്റിയ രസമില്ല. കഴിഞ്ഞ കുറച്ച് വീഡിയോസില് കുറച്ച് പേര് ചോദിക്കാറുണ്ട് ബെയിലിക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ബെയിലി ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ബെയിലി എൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടനാണ്. അവൾക്ക് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു വയ്യായ കണ്ടു, സ്റ്റെപ്പ് കയറാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അടുത്ത ദിവസം രാവിലെ ആയപ്പോക്ക് അരയ്ക്ക് താഴത്തോട്ട് തളർന്നു പോയതുപോലെയായി. അതായത് ശരിക്കും പാരലൈസ്ഡ് ആയതുപോലെ. ഇങ്ങനെ മുന്നത്തെ കാല് വെച്ചിട്ട് പിന്നെ ബാക്കി 2 കാലും ഇങ്ങനെ വലിച്ചു നടക്കുന്ന പോലെ. എനിക്ക് പറയുമ്പോൾ പോലും അത് വിഷമാവുന്നു. അത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കാരണം അച്ഛൻ മണ്ണുത്തിയുള്ള മറ്റേ മെഡിക്കൽ കോളേജില്ലേ, ഇവരുടെ വെറ്റിനറി ഹോസ്പിറ്റല്, അതിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവർ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ തന്നു. റിക്കവറിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ അങ്ങനെ ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടി തോന്നിയില്ല. അതുകൊണ്ട് ഞാനും രോഹിത്തും കൂടെ ചേർന്നിട്ട് ഒരുപാട് ഹോസ്പിറ്റൽസിലേക്ക് വിളിച്ചു. കോഴിക്കോടും കൊച്ചിയും ഒക്കെയുള്ള ഒരുപാട് ഹോസ്പിറ്റൽസിലേക്ക് വിളിച്ചു. അവസാനം കൊച്ചിയുള്ള ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ ബേബീനെ അഡ്മിറ്റ് ചെയ്തു. IVDD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണെന്നുള്ള ഡയഗ്നോസ് ചെയ്തു. സ്പൈനിൽ കംപ്രഷൻ വരുമ്പോൾ അരയ്ക്ക് താഴത്തോട്ട് കുഴഞ്ഞു പോകുന്ന പോലെ. അവൾക്ക് ആകെ 5 വയസ്സ് പ്രായമായിട്ടേ ഉള്ളൂ. അപ്പൊ വയസ്സിന്റെ മാത്രമല്ല, അങ്ങനെ നമുക്ക് അങ്ങനെയൊന്നും വന്നാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കൊച്ചിയിലുള്ള ഹോസ്പിറ്റലിലോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അവർക്ക് ഇതിനുള്ള ഫിസിയോതെറാപ്പി ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ മുന്നേ കുറച്ച് കേസസ് അവർക്ക് അവിടെ ഇങ്ങനെ വന്നത് വീണ്ടും ഇവർ നടന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സർജറി വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ അച്ഛൻ അവളവിടെ കൊണ്ടാക്കി. പിന്നെ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അച്ഛൻ പോയി കാണുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, അച്ഛന് കുറച്ച് BP ഫ്ലക്ച്വേഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ 2 വീക്സിൽ കറക്റ്റ് പോകാൻ പറ്റാതെയായി. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് കാര്യം നമ്മൾ ബേബിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. മെഡിസിൻസ് നമ്മൾ ഏകദേശം ഒരു 6 ആഴ്ചയോളം ട്രൈ ചെയ്തു, വർക്ക്ഔട്ട് ആയില്ല. അങ്ങനെ ഇന്നലെ ബേബിയുടെ സർജറി കഴിഞ്ഞു. ഇനി ഒരു 10 ഡേയ്സിനുള്ളിൽ റിക്കവർ ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 70% ഓഫ് സക്സസ് റേറ്റ് ആണ് അവര് സർജറിയിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ശരിയാവും എന്നുള്ള ഭയങ്കര പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ
പറ്റുന്നതിലും കൂടുതൽ തന്നെയാണ് നമ്മൾ ബേബിക്ക് വേണ്ടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശരിയാവും നമ്മൾ വിചാരിക്കുന്നു. ശരിയാവാത്തൊരു കണ്ടീഷനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അതാണ് ബേബിയുടെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ. ശരിയാവുമെന്നാണ് നമ്മൾ വിചാരിക്കണേ. ബാക്കി കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോയിൽ കൂടെ അറിയിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ പെറ്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോഴേ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണെന്ന് ആൾക്കാർ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണ്, നമുക്ക് അവരുടെ വിഷമം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനത്തെ അല്ല, എന്ത് വിഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമ്പോഴാണ് അതിന്റെ ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുക. അപ്പൊ ബെയിലിനെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കണ്ടപ്പോ എനിക്കും വീട്ടിലും അച്ഛനും ഒക്കെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരിക്കലും ഒരു പെറ്റ് ഉണ്ടായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമതൊരു പെറ്റിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് 2 തവണ ചിന്തിക്കും. കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പിന്നെയും കടന്നു പോകുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോ ബെയിലി പഴയതുപോലെ ആവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി പഴയതുപോലെ ആയില്ലെങ്കിലും ദൈവം സഹായിച്ച് ജസ്റ്റ് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നടക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. മെല്ലെ മെല്ലെ മൂവ് ചെയ്യാനെങ്കിലും പറ്റിയാൽ മതിയായിരുന്നു. അപ്പോ അതാണ് ബെയിലിയുടെ സിറ്റുവേഷൻ. ഞാൻ ഇപ്പൊ ഇത്രയൊക്കെ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടേ മുട്ട ഹാഫ് ബോയിൽഡ് ഒന്നും അല്ല കേട്ടോ, കുറച്ച് കുക്കായി പോയി. ഒരുപാട് വർത്താനം പറഞ്ഞല്ലോ നമ്മൾ അതിൻ്റെ ഇടയിൽ. വർത്താനം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ അമ്മ എന്നോട് മുന്നേ പറയാറുണ്ട്. കാരണം വർത്താനം അവസാനിപ്പിച്ചിട്ട് കാര്യം ചെയ്യാൻ സമയം ഉണ്ടാവാറില്ല. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചില്ലി ഫ്ലേക്സും നമുക്ക് ഇഷ്ടമുള്ള മസാല എല്ലാം ചെറുതായിട്ടൊന്ന് ബട്ടറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയിലോ നമുക്ക് ചെയ്തിടാം കേട്ടോ. ഇനിയിപ്പോ ഇതിന്റെ കാലറീനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചില്ലി ഫ്ലേക്സും പെപ്പറും ഉപ്പും മാത്രം ഡയറക്റ്റ്ലി ഇതിലിടും ചെയ്യാം. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ചെറുതായിട്ടൊരു വെയിങ് സ്കെയിലൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ പാത്രത്തിന്റെ വെയിറ്റ് എന്ത് ചെയ്യും? ആദ്യം പാത്രത്തിന്റെ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ആദ്യമായിട്ട് ഉപയോഗിക്കണം കേട്ടോ. അപ്പോ 945 ഗ്രാം. അപ്പൊ ഇതിൽ പാത്രത്തിന്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്യണം. ഇത് ഒരു പ്രഹസനാണോ കണ്ടിന്യൂ ചെയ്ത് പോകുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ആദ്യമായിട്ടാണ് വെയിറ്റ് നോക്കി കഴിക്കാൻ വേണ്ടി പോണേ. ഇത്തവണ എന്റെ ഫിറ്റ്നസ് ഗോൾ കുറച്ച് ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വെയിറ്റ് ഒക്കെ നോക്കി കഴിക്കണത്. അത് ഞാൻ പറയാം. 1 കിലോന്റെ അടുത്തുണ്ടായിരുന്നു നമ്മൾ നേരത്തെ നോക്കിയപ്പോ. അപ്പൊ പാത്രത്തിന്റെ വെയിറ്റ് മാത്രം എത്രയും നോക്കാം കേട്ടോ. പാത്രം 687 ആവുമ്പോ ഇത് മൊത്തം 944 വരുന്നു. അപ്പൊ 944 മൈനസ് 687 അതാണ് നമ്മുടെ ഈ ഫുഡിന്റെ വെയിറ്റ്. ഞാൻ ഇന്നലെ വളരെ സ്മാർട്ടായി നമ്മുടെ കടലക്കറിക്കുള്ള മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം കിട്ടിയപ്പോട്ടോ. ഇപ്പൊ ഇതൊക്കെയാണല്ലോ നമ്മുടെ ജീവിതത്തിലെ സ്മാർട്ട്നെസ്. അപ്പൊ മസാല ഇവിടെ റെഡിയാണ്. കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് വേവിച്ചെടുത്തതിന് ശേഷം കടലക്കറി സെറ്റ് ആക്കിയിട്ട് നമുക്ക് ജിമ്മിൽ പോവാം. കടല 2-3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതില് കടല റെഡിയാവും. ഞാൻ മുന്നേ ഉണ്ടല്ലോ ഇവിടെ വന്ന ഉടനെ വെള്ളത്തിലിട്ട് വെക്കാൻ മടിയുള്ളപ്പോ ചെറുപയർ നേരെ ഞാൻ വിസിലടിച്ചു. അപ്പൊ ചെറുപയർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെറുപയർ നല്ല അടിപൊളിയിട്ട് വെന്ത് കിട്ടി. അതേപോലെ കടലയും ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ അത് പാളിപ്പോയി. കടല എന്തായാലും വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് അത് കുക്കായിട്ട് വരുള്ളൂ. അപ്പൊ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച മസാല കേട്ടോ. ഇത് കുറച്ച് കൂടുതലാ തോന്നുന്നു. അപ്പൊ അത് ഞാൻ ഇട്ടിട്ടില്ല. ബാക്കി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേവിച്ച കടലയും കൂടെ അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമ്മുടെ കടലക്കറി റെഡി. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് കാലത്തുനിന്ന് മനസ്സിലായ ഒരു കാര്യം, പെർഫെക്റ്റ് ആയ സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കുക, പെർഫെക്റ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാനും ശ്രമിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കുറച്ചും കൂടെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒപ്പം ഒരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നു, നമുക്ക് കുറച്ച് സമയം കിട്ടുമെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ മീൽ പ്രപ്പ് ചെയ്ത് വെക്കുക. ഇപ്പൊ ഇന്നലെ ഞാൻ ഈ മസാല ഉണ്ടാക്കി വെച്ചതുകൊണ്ടാണ് ഇന്നിപ്പോ എനിക്ക് ഈസി ആയിട്ട് ജിമ്മിൽ പോകാൻ പറ്റണത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യേണ്ടി വരും. വിഷ്ണുവിനെ അവനെ നോക്കിക്കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വന്നു കഴിഞ്ഞാൽ വിശക്കും. അപ്പോ എനിക്ക് തോന്നുന്നു നമുക്ക് സമയം കിട്ടും തോന്നി കഴിഞ്ഞാൽ നമ്മൾ നാളെ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ മീൽ പ്രപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളത് എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ കാര്യം, എന്റെ അതേ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വേറെയും യങ് പേരൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. അത് ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ
ഈ കഷ്ടപ്പാട് എനിക്ക് ശരിക്കും അറിയുന്നോണ്ട് ഞാൻ എനിക്ക് വർക്കാവുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു കേട്ടോ. യുവാപ്പി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പനിയുള്ളത് കാരണം കുറച്ച് ക്ഷീണമുണ്ട്, അതുകൊണ്ട് കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയിട്ട് തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ, ടെമ്പറേച്ചർ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ സമയം നമുക്ക് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം. യുവി എണീറ്റു. വല്ലാതെ പേർ കഴിച്ചില്ല കേട്ടോ. ഇപ്പം അങ്ങനെ ടേസ്റ്റിന് ഉണ്ടോ പാരസ്റ്റമോളൊക്കെ ടേസ്റ്റിന് ഒരു ഇതുണ്ടായിരിക്കുമല്ലോ പനിയൊക്കെ ആകുമ്പോൾ, അതുകൊണ്ട് ഒരു 2 സ്പൂൺ കഷ്ടി കഴിച്ചേ ഉള്ളൂ. പിന്നെ ദാഹിക്കുന്നുണ്ട് തോന്നുന്നു, അപ്പോൾ നമ്മൾ പാല് കൊടുത്തു. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ടായിരുന്നില്ലേ കൊച്ചൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെ OCD ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു OCD എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വൃത്തി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. OCD വേറെ തന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. അപ്പോൾ അത് നമ്മൾ തെറാപ്പിയൊക്കെ എടുത്ത് അതിൻ്റെതായ വഴിയിൽ കൊണ്ടുപോകണം. അതും വൃത്തിയും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ വൃത്തി എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേർ കൊടുത്തതാണ്. ഞാനും പേരിൽ കുറച്ച് കുളിച്ചു, അവൻ മുഴുവനായിട്ട് കുളിച്ചു. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ണടയ്ക്കുക, കടിച്ചമർത്തുക, ചിരിക്കുക. അതാണ് ഇപ്പം ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആവുന്നത്, എനിക്ക് സ്ഥലം വൃത്തിയേടാവുന്നതല്ല, ഇങ്ങനെ മേലാവുന്നതും നിലത്താവുന്നതൊന്നും എനിക്ക്, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴേ അങ്ങനെയായിരുന്നു കേട്ടോ. ഈ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് എല്ലാവരും മണ്ണിലൊക്കെ പോയി കളിക്കില്ലേ, അപ്പോൾ എന്നെയൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടാലും എനിക്ക് മണ്ണിലൊന്നും പോയി കളിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ നായി പോകും. അത് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ മണ്ണപ്പം ചുട്ട് കളിക്കുക, അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മണ്ണിൻ്റെ അങ്ങനത്തെ വലിയ ആവശ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരാത്തത് കാരണം പിന്നെ അത് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. സാഹചര്യം നമ്മളെന്തും ചെയ്ത് വേറെ കാര്യം. അപ്പോൾ ഇതങ്ങനെ അപ്പം എനിക്ക് അങ്ങനെ തീരെ പറ്റില്ലായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ചുറ്റും ഇങ്ങനെ ആവുന്നതും ഇതാക്കുന്നതും വായുടെ ചുറ്റും ആവുന്നതും ചെറുപ്പത്തിലേ ഞാൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇങ്ങനെ പ്രശ്നമായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഇവനാക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക ചിരിക്കുക, കടിച്ചമർത്തുക. കാരണം അവർക്കറിയില്ലല്ലോ ഇതൊക്കെ ഒരു പ്രശ്നമാണെന്ന്. അപ്പം അത് ഞാൻ എൻ്റെ ഇങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ മാറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പ്രകടിപ്പിക്കാതിരിക്കുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജിമ്മിൽ പോവാം. ഞാൻ ജാനുവരി 1-ാം തീയതി തുടങ്ങിയതാണ് ജിമ്മിൽ പോകാൻ കേട്ടോ. ഇവിടെ സ്നോൻ്റെ പ്രശ്നം കാരണം ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇതുവരെ സ്നോയിൽ വണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ സ്ലിപ്പറി ആണെന്നൊക്കെ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചത് കാരണം ഞാൻ ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ട്രിപ്പ് ക്യാൻസലായെങ്കിലും ഇന്ന് സന്തോഷമുള്ളൊരു കാര്യം അതാണ്, ജിമ്മിൽ പോകാൻ പറ്റുമെന്നുള്ളത്. കാരണം ഒരാഴ്ചയായിട്ട് ഞാൻ വിചാരിക്കണ കാര്യമായിരുന്നു. ഞാൻ ആദ്യം ഊബർ എടുത്ത് പോകാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ സഞ്ജേട്ടൻ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സഞ്ജേട്ടൻ്റെ ഒപ്പം പോകാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒന്ന് ഡ്രസ്സിങ് ചെയ്യട്ടെ. സഞ്ജേട്ടൻ വരുമ്പോൾ നമുക്ക് റെഡി ആവണം. ഇത്തവണ നമ്മൾ വീണ്ടും എടുത്ത റെസൊല്യൂഷൻ ആണല്ലോ, നമ്മൾ ലേറ്റ് ആവാതെ കാര്യങ്ങളിലോട്ട് പോകാൻ ശ്രമിക്കുന്നുള്ളത്. അപ്പോൾ സഞ്ജേട്ടൻ എത്താൻ്റെ മുന്നേ ഞാൻ താഴത്തോട്ട് അങ്ങനെ ഞാൻ റെഡി ആയിട്ടോ. ഇതെൻ്റെ പുതിയ ജിം ബാഗാണ്. ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. സഞ്ജേട്ടൻ പുറത്തെത്തി, അപ്പോൾ നമുക്ക് പോവാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതേ ഐസൊന്നും ഇപ്പോഴും മുഴുവൻ പോയിട്ടില്ല. ഹലോ. കഴിഞ്ഞ 16 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് നെതർലാൻഡ്സിൽ ഇത്രയും സ്നോ വന്നത് കേട്ടോ. റോഡൊക്കെ ക്ലിയർ ആയെങ്കിലും ബാക്കിയൊക്കെ അങ്ങോട്ട് മാറി വരുന്നേ ഉള്ളൂ. രണ്ടുപേരും രണ്ടായിട്ടാട്ടോ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ന്യൂ ഇയറിന്റെ ഭാഗമായിട്ടല്ല. സഞ്ജേട്ടൻ ഓൾറെഡി നന്നായിട്ടുണ്ടായിരുന്നു, ഞാൻ ന്യൂ ഇയറിന്റെ ഭാഗമായിട്ടാണ് നന്നായത്. സഞ്ജേട്ടല്ല ജിമ്മിൽ പോകണല്ലോ ഇപ്പോൾ. ഇവിടെ ആക്ച്വലി എനിക്ക് ജിമ്മിൽ പോകണമെന്നുള്ള തോന്നൽ വരാനുള്ള റീസൺ തന്നെ ഇതാണ്. ദീപചേച്ചി, അമ്മച്ചേച്ചി പിന്നെ ജിമ്മിലാണ്, വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ വീട്ടിൽ വരും. പിന്നെ സഞ്ജേട്ടനും എല്ലാവരും കുറച്ചൊക്കെ ഇങ്ങനെ ഹെൽത്ത് നോക്കി വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് തോന്നില്ല നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആ ഫീലിംഗ് കൂടി തുടങ്ങിയത്. ഇന്നെന്താ സാറ്റർഡേ ആയിട്ട് ഡേ കെയർ ഉണ്ടോ? 1-ാം തീയതി വരാൻ തുടങ്ങിയിട്ട് 10-ാം തീയതി ആകുമ്പോഴെങ്കിലും ജിമ്മിൽ എത്തി. അതെ, വളരെ സക്സസ്ഫുൾ ആയിട്ട്. വർഷം ഞാൻ ഇവിടെ നിന്ന് ബ്രേക്ക് എടുത്തപ്പോക്കേ ജിം അങ്ങോട്ട് ഭയങ്കര ശരിയാ പ്രീമിയം ഒക്കെ, റിലാക്സ് ആൻഡ് റിക്കവറി ഒക്കെ. ആദ്യം വർക്കൗട്ട് ചെയ്യാൻ എന്നിട്ട് നോക്കാം റിലാക്സ്. ഇവിടെ റിനോവേഷൻ നടന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു, പക്ഷെ ഇത്രയും മാരകമാക്കി എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കിടിലോട്ടോ. പ്രഗ്നൻസിക്കും ഡെലിവറിക്കൊക്കെ മുന്നേ നമ്മൾ ബോഡിയൊക്കെ അത്യാവശ്യം ആക്റ്റീവായി വെച്ചിരുന്നല്ലോ, നിങ്ങൾക്കറിയാലോ. വീക്ക്ലി നമ്മൾ 3-4 ദിവസം ജിമ്മിൽ വരുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രോപ്പർ വെയിറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത്തവണ വീണ്ടും ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ വെയിറ്റ് ലോസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല കേട്ടോ മൈൻഡിൽ. കുറച്ചും കൂടെ ഫിറ്റ് ആവുക എന്നുള്ള രീതിയിൽ, ഫിസിക്കലി ഫിറ്റ് ആവുക എന്നുള്ള രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റാണ് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെയിറ്റ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ബോഡി സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ള രീതിയിലുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. യുവിയൊക്കെ വളർന്ന് വലുതായി വരുമ്പോൾ അവൻ്റെയൊക്കെ ഇപ്പോൾ ഓടി കളിക്കണമെങ്കിലേ നമുക്ക് കുറച്ച് എനർജിയും സ്ട്രെങ്ത്തും ഒക്കെ വേണ്ടേ. സത്യം കൊള്ളായിരുന്നു. ഞാനും അപ്പോഴാണ് ഞാൻ വിളിച്ചത്, എന്നെ ഒന്ന് ജിമ്മിക്കാക്കി തരുമെന്ന്. അപ്പോൾ സഞ്ജേട്ടൻ
അവിടെ നമ്മൾ രണ്ടുപേരും ചെയ്തു. ഞാൻ എത്ര കാലത്തിന് ശേഷം, പക്ഷെ നല്ല ഇതായിരുന്നു കേട്ടോ. മൈൻഡും ബോഡിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റിഫ്രഷ്ഡായി. ഇനി വീട്ടിൽ പോയി പണിയെടുക്കാം. വിഷ്ണുവിൻ്റെ വിളി വന്നായിരുന്നു കേട്ടോ. വിഷ്ണുവിന് ജിമ്മ്, വിഷ്ണു വേറെ ജിമ്മിലാണ് പോണേ. അത് 6 മണി വരെ ഉള്ളൂ. ഷെറീറിൻ്റെ ഒപ്പം പോണേ. അപ്പോൾ 4:45 ആകുമ്പോൾ ഷെറീറിൻ്റെ അവിടെ എത്തണം. എന്നാൽ അവർക്ക് ഒരുമിച്ച് പോകാമല്ലോ. വിഷ്ണുവിന് ഒരുപാട് അങ്ങനെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല, കാരണം ബാക്കിന് ഇഷ്യൂ ഉള്ളതല്ലേ. അപ്പോൾ വിഷ്ണു കുറച്ച് സ്വിമ്മിങ്ങും ബാഡ്മിൻ്റൺ അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് വിഷ്ണു ചെയ്യണത്. ഇവിടെ മൊത്തം ഐസാട്ടോ. ഞാൻ അതുകൊണ്ട് കുറച്ച് മാറി നടന്നു വരിക. എൻ്റെ ആണെങ്കിൽ പ്രോപ്പർ ജിം ഷൂ ആണ്. എവിടുന്ന് വഴിക്ക് വീണു എന്നുള്ളത് ചോദിച്ചാൽ മതി. നമ്മൾ പോണ ജിമ്മില്ലേ ബേസിക് ഫിറ്റ്, അതിങ്ങനെ എല്ലാ 1-2 കിലോമീറ്ററിലും ഒരു ജിമ്മ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഏത് ബേസിക് ഫിറ്റിൻ്റെ ജിമ്മ് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യുകയും ചെയ്യാം. ഇന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു വ്ളോഗല്ലേ. എനിക്ക് പറഞ്ഞൂടാ, രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഭയങ്കര എനർജി ആയിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ ദിവസം പോണേന്നുള്ളത്. ഞാൻ വിചാരിച്ചൊരു വിഷമത്തിലായിരുന്നു ദിവസം തുടങ്ങിയത്. കാരണം 2-3 പ്ലാൻ ഒന്നും നടന്നില്ലല്ലോ. പക്ഷെ പോകുന്ന രീതിയിൽ വളരെ ബെസ്റ്റായിട്ടാണ് പോകുന്നത്. കാരണം ജിമ്മിൽ പോകാൻ പറ്റുന്നത് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. 10 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഒന്ന് ജിമ്മിൽ പോകാൻ പറ്റണേ. അപ്പം അതിൻ്റെ ഒരു വെരി ഗുഡ് ഫീൽ ഉണ്ട്. കുടിച്ചിട്ടില്ല. ഫുഡ് കുറച്ചുണ്ടല്ലോ. കണ്ടോ, നല്ല കുറുകലുണ്ട്. യുവാഞ്ചിന് പാരസ്റ്റമോൾ തരട്ടാമ്മ. ഫുഡ് വേണ്ട, പാരസ്റ്റമോൾ മാത്രം മതിയില്ലേ. പനി നോക്കിയോ പിന്നെ? ഇല്ല. എവിടെ നമ്മുടെ കുട്ടി? എവിടെ അവിടെ കുട്ടി? എവിടെ അവിടെ കുട്ടി? എവിടെ അവിടെ കുട്ടി? എവിടെ? ഒന്ന് ചിരിച്ചരുവോ? ഒന്ന് ചിരിച്ചരുവോ? ഒന്ന് ചിരിച്ചരുവോ? ഗൗരവത്തില്ല. ഇവന് ശരിക്കും എൻ്റെ അമ്മയുടെ ഗൗരവം കിട്ടിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പുള്ളി ബൈ ഡിഫോൾട്ട് ഭയങ്കര ഗൗരവമാണ്, പക്ഷെ ചിരിച്ചാൽ നല്ല ചിരിയാണ്. വിഷ്ണുവിന് റെഡിയാവും. 1-2 കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷ്ണു ഒന്ന് പോയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ലഞ്ച് കഴിക്കട്ടെ. ഒപ്പം നമ്മുടെ ഇന്നത്തെ റീൽസും കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പാക്കാനും വേറെ 1-2 ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് ചെയ്യുമ്പോഴേക്ക് വിഷ്ണു റെഡിയാവുമായിരിക്കും. നമുക്കങ്ങനെ ഇറങ്ങാം. ആണ് നമ്മുടെ ലഞ്ച്. വന്നു കഴിഞ്ഞിട്ട് പുട്ടുണ്ടാക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വിഷ്ണുവിന് ഇപ്പോൾ ഇറങ്ങണം പറഞ്ഞില്ലേ. അപ്പോൾ റൊട്ടിമാറ്റിക്കിലൊരു 4 ചപ്പാത്തി ഉണ്ടാക്കി. 5 ചപ്പാത്തി. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ അതും കടലക്കറിയാണ് നമ്മളിന്ന് കഴിക്കുന്നത്. കുറച്ച് കൂടുതലാണ് ചപ്പാത്തി, പക്ഷെ നല്ല വിശക്കുന്നുണ്ട്. ആ കുഴച്ച് വെച്ചാൽ ഇത് വെച്ചിട്ട് പുട്ട് രാത്രി ഉണ്ടാക്കാം. ഓക്കെ, ചിക്കൻ കറി വെക്കാം. വിഷ്ണുവിൻ്റെ ഒപ്പം ഞങ്ങളും കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നിട്ടുണ്ടല്ലോ, അൻഷിഫാനി റൂഹിനി ആ പരിപാടിക്ക് കണ്ടു എന്നല്ലാതെ, അതായത് റോസിന്റെ അവിടെ ക്രിസ്മസ് ഈവ് ഉണ്ടായിരുന്നല്ലോ, മര്യാദക്ക് കണ്ടിട്ടേ ഇല്ല. നാട്ടിൽ നിന്ന് അച്ഛൻ റൂഹിക്ക് ഒരു ലഹങ്കയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്പോ ഒന്ന് അവിടെ പോയിട്ട് അവരടുത്ത് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചു. വിഷ്ണു ജസ്റ്റ് സ്വിമ്മിങ് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പൊ ആ സമയം ഞങ്ങൾ അവരോട് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാം. ഓക്കെ, മൂവി. ഈ ഇവിടുത്തെ കാലാവസ്ഥ പ്രവചന പ്രകാരം സ്നോ ഇല്ല കേട്ടോ, പക്ഷെ എല്ലാം ഐസാവും. ഭയങ്കര ഫ്രീസിങ് ആണ് നെക്സ്റ്റ് 2 days. അതുകൊണ്ട് ഭയങ്കര തണുപ്പാവും എന്നാ പറഞ്ഞത്. ഒന്ന് പിടിക്കുക. നമ്മളവിടെ ഓൾമോസ്റ്റ് എത്താനായിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്നൊരു 20 മിനിറ്റ് അല്ലേ വിഷ്ണു? 22 മിനിറ്റ്. എത്ര? 17 കിലോമീറ്ററോ? 20 മിനിറ്റ് കഷ്ടി. എത്രയുള്ളൂ ഷെറീറിന്റെ വീട്ടിലോട്ട്. ഞാനിപ്പോൾ അമ്മേനെയും അച്ഛനെയും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിക്കുക നമ്മുടെ ഫോൺ കോൾസ് ഒക്കെ എത്ര ഇവോൾവ് ചെയ്തു എന്നുള്ളത്. കാരണം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഉടനെ ഉണ്ടല്ലോ ഫുൾ വീഡിയോ കോളായിരുന്നേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ദൂരം മാറി നിൽക്കുന്നത്. അതും ഞാനും വിഷ്ണുവും കൂടെ വീടൊക്കെ മാനേജ് ചെയ്യാന്നൊക്കെ കാണുമ്പോൾ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഹരായിരുന്നു. അപ്പം ഞാൻ പുട്ടുണ്ടാക്കുന്നത് കാണാനൊക്കെ അമ്മമ്മ വിളിക്കും. കാരണം അമ്മ ഒന്നേ വരെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അമ്മമ്മയ്ക്ക് ഭയങ്കര ഹരായിരുന്നു ഓരോ കാര്യം കാണാനും. ഡെയിലി അമ്മമ്മ വീഡിയോ കോൾ വിളിക്കുമായിരുന്നു. അമ്മ വിളിക്കുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ കോൾ തന്നെയായിരുന്നു. അമ്മേനോടും ഡെയിലി സംസാരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ വീഡിയോ കോൾ മാറിയിട്ട് നോർമൽ കോളായിട്ടോ. എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിക്കും. സാധാരണ നോർമൽ കോളായി വിളിക്കുന്നത് അമ്മമ്മേനെ. പിന്നെ ഇപ്പം അമ്മമ്മയ്ക്ക് കുറച്ച് അസുഖവും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഡെയിലി ഒന്നും വിളിക്കാൻ അങ്ങനെ പറ്റാറില്ല. പക്ഷെ അതും അമ്മമ്മേനധികം ഇപ്പോഴും വീഡിയോ കോളിനെ, പക്ഷെ അമ്മേനധികം വോയിസ് കോൾ മാത്രമായി. അത് കഴിഞ്ഞൊരു 1-2 കൊല്ലമായിട്ട് അധികം വോയിസ് കോളാണ്. എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ കോൾ വിളിക്കാറുള്ളൂ. ഇപ്പോൾ വോയിസ് കോൾ ഇല്ല. ആൻഡ് ഞാനും അമ്മയും കൂടെ സംസാരിക്കുന്നൊന്നും വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാല്ലേ. ഫുള്ള് ഇവനെ കാണിക്കുക, ഇവന്റെ ചിരി, ഇവന്റെ നോട്ടം, അത് മാത്രമാണ് മെയിൻ സംസാരം. അപ്പം ഞാൻ വിചാരിക്കും എത്രത്തോളം മാറ്റമാണ് വന്ന കൊല്ലത്തിൽ നിന്ന്. ഇപ്പം എൻ്റെ കാര്യങ്ങളൊന്നും ഇന്നാണ് ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം ഇവൻ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയോണ്ടേ വിളിച്ചപ്പോൾ നോർമലായിട്ട് വേറെ 1-2 കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ കരയാൻ തുടങ്ങിയ ഫോൺ വെക്കും, ഇവൻ ചിരിക്കാൻ തുടങ്ങിയ വിളിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വിഷ്ണുവിൻ്റെ വീട്ടിലും ഇപ്പം അതൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയില്ലേ വിഷ്ണു?
ഞാൻ ജിമ്മിൽ പോയി വന്ന ഉടനെ ഒന്ന് മേലെഴുകണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നുല്ലോ, കാരണം വിഷ്ണുവിൻ്റെ ജിം 6 മണി വരെയുള്ളൂ. പിന്നെ ഈ ഒരു വെതർ കാരണം പൊതുവേ ഞാൻ അങ്ങനെ ഭയങ്കര വേർക്കുന്ന ഒരു ശീലം എനിക്കില്ല കേട്ടോ. അത്ര നല്ല ശീലമൊന്നുമല്ല, വേർക്കുകയാണ് പൊതുവേ നല്ലതെന്ന് പറയും. പക്ഷെ ഞാൻ വേർക്കുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഈ ഒരു വെതറും കൂടി ആകുമ്പോൾ ജിമ്മിലൊക്കെ പോയി വന്നെങ്കിലും അങ്ങനെ വല്ലാതെ വേർത്തിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും വന്നു കഴിഞ്ഞാൽ ഒരു ചൂടുവെള്ളത്തിലൊരു ചെറിയ കുളിയൊക്കെ ആയിരുന്ന ഒരു സുഖം നടന്നില്ല. ഇനി കുറച്ച് അനുഷ്ഠപ്പെടുത്ത് വർത്താനൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു നമ്മൾ ഡിന്നറിന് ഇരിക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് വരുന്നു. ഓക്കെ, ഈ കാണുന്ന നിലമില്ലേ, ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നിലം കേട്ടോ. കാരണം ഇത് ഐസാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചവിട്ടിയാൽ മലന്നടിച്ച് വീഴും. ഞാൻ 1-2 തവണ മുന്നേ വീണിട്ടുണ്ട്. നല്ല സീരിയസ് തണുപ്പുണ്ട് കേട്ടോ പുറത്ത്. ഈ സ്നോ പെയ്തതിനൊക്കെ തണുപ്പുണ്ടാവുക സ്നോ മാറിക്കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാലാണ്. നമ്മളങ്ങനെ ഷെറീറിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞാൻ വരുമ്പോൾ ചോദിക്കണം വിചാരിച്ചോ എന്താ മറ്റേ ഷെറീർ വാങ്ങിച്ചത് വിന്റർ ഷൂ ആണെന്ന് തോന്നുന്നു. അപ്പൊ ചാച്ചാ ബൈ. എത്ര കാലായി കണ്ടിട്ട്? എന്ത് 1 മിനിറ്റ് ആയിട്ട് എളുപ്പം കണ്ടല്ലേ ഉള്ളൂ ഒന്ന് അല്ലേ? ഹേ ഉവി, ഇത് നോക്കി, ഇത് ഐഷു നാട്ടിൽ നിന്ന് കൊടുന്നതാണ് റൂഹിക്ക്. ഇത് അച്ഛൻ കൊടുത്തയച്ചാട്ടോ. ഇത് ഞാൻ അവിടെ വളാഞ്ചേരി നേരത്തെ കിട്ടി. അതെ, നേരത്തെ തന്നു. റൂഹിക്ക് എന്തൊക്കെയാണ് വന്നപ്പോക്കി ലിബാം ഇട്ട് നോക്കി സോപ്പ് മണത്തോക്കി. എന്താണ് ഉവിക്ക് ദേഷ്യം വരുന്നുണ്ടോ? ആ, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു റൂഹി പജാമ പാർട്ടി? ആണോ? നിങ്ങള് പജാമ ഇട്ടിട്ട് എന്താ ചെയ്തു? എന്നിട്ടോ വെതറൊന്നും ഉണ്ടാവും ചെയ്തില്ല. അങ്ങനെ നമ്മൾ ഇന്ന് നമ്മൾ അവിടെ നമ്മുടെ പജാമ പാട്ട് ചെയ്യേണ്ട നൈറ്റാ, കുക്ക് ചെയ്യേണ്ട ദിവസം. അതെ, ഹാൻഡിൽ ചെയ്യേണ്ടത്. എന്താ ഉപയോഗിക്കാന്? എന്താ പറഞ്ഞ? കഴിക്കണ്ട രാവിലെ. എവിടെയാ വന്നിക്കണത്? എവിടെ വന്നിക്കണത്? ഇത് കണ്ട അപ്പൊ വർത്താനം പറയുന്നത് കണ്ടോ? വായോണ്ടോ? ഇത് ഞാൻ ഈ ക്യാമറ കാണുമ്പോ മാത്രം ഈ ആക്ഷൻ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലേ? എന്താ പറയാനുള്ളത്? കുറച്ച് പറയാനുണ്ട്. ഹലോ പറയാനുണ്ട്. ഹലോ. അത് നമുക്ക് ഇപ്പൊ വേണ്ട, ആവശ്യമുള്ളപ്പോ കൊടുത്താൽ മതി. അത് നമ്മള് വാഷ് ചെയ്യണം. അപ്പൊ റൂഹി അവിടെ വെച്ചോളൂ, ഇഷു വാഷ് ചെയ്തോളാം. നോക്കില്ലടാന്ന് ടെമ്പറേച്ചറില്ല. പോസ്റ്റ് വർക്കൗട്ടിന് പറ്റിയ സാധനം ബിരിയാണി. പോണേന്റെ മുന്നെന്താ കഴിച്ചത്? രാവിലെ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ പറ്റുക. ഞാനും മറ്റേ റഷ്യയിൽ എന്താണ് യാക്കൂട്ടിയ അല്ല യാക്കൂഷിയ അല്ലേ? യാക്കൂഷിയ. രാത്രി എല്ലാം കഴിഞ്ഞ് നമ്മൾ സുഖായി ബെഡിലിരിക്കുമ്പോ അവര് കഷ്ടപ്പെടുന്ന കാണുമ്പോ ഷെറീറിന് മിസ്റ്ററുണ്ട്. ഷെറീറിന് മിസ്റ്ററുണ്ട്. യാക്കൂഷിയ. യാക്കൂഷിയ എന്നല്ലേ പറയാ? യാക്കൂഷിയ.
ഓ ശരി, അത് കിറ്റിയുടെ കുടിക്കാനുള്ള വെള്ളമായിരിക്കും. ആ എന്നത് കൊണ്ടുപോയി ഹീറ്റ് ചെയ്യും. ഇവരുടെ ഫുഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് അവിടെ. ടാറ്റ. വന്നതിലും കണ്ടതിലും സന്തോഷം. വീണ്ടും കാണും വരെ, സന്ധിക്കും വരെ വണക്കം. ബൈ റൂഹി. നമ്മള് വീടെത്താനായിട്ടോ. ഇന്ന് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആൻഡ് ഗുഡ് ഡേ ആയിരുന്നു അല്ലേ വിഷ്ണു? നമുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ വിഷ്ണുവിന് ജിമ്മിൽ പോകാൻ പറ്റി, എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റി. ഇവൻ അത്യാവശ്യം ഉറങ്ങി. ഇവന്റെ ഉറക്കമായിരുന്നു തുടക്കത്തിൽ ആകെ പ്രശ്നം. തീരെ ഉറങ്ങാത്ത ഒരു, എപ്പോൾ രാത്രി ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുത്തോണ്ടിരിക്കണം എന്നുള്ളൊരവസ്ഥ. നാട്ടിൽ നിന്ന് വന്ന ഉടനെ കേട്ടോ. പിന്നെ അതിങ്ങനെ സ്ലോലി ട്രെയിൻ ചെയ്ത് ഇപ്പോൾ കിടന്നാൽ ഉറങ്ങും എന്നുള്ളൊരവസ്ഥയിലോട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അതാവുമ്പോഴാണ് ശരിക്കും നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് കുട്ടികളെ വളർത്തുമ്പോഴേ കുറച്ചൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്താലാണ് നമുക്ക് സമയം കിട്ടി തുടങ്ങുന്നുള്ളൂ. അല്ലേ വിഷ്ണു? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? നമ്മളിപ്പോൾ വീടെത്തും ഒരു 2-3 മിനിറ്റിൽ. ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോണ്ടല്ലോ ശരിക്കും ഇന്നത്തെ ഫുൾ ക്ഷീണം. രാവിലെ ജിമ്മിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിൻ്റെയൊക്കെ നല്ല ക്ഷീണം ഇപ്പോഴാണ് പുറത്ത് വന്നത്. ഇതുവരെ നല്ല എനർജറ്റിക് ആയിട്ട് തോന്നുമായിരുന്നു. ഒഴിവ് സമയം ആനന്ദകരമാക്കാൻ, ഒഴിവ് സമയമല്ല അവൻ ഉറങ്ങുന്ന സമയം എന്താപ്പത് ആനന്ദകരമാക്കാൻ നമ്മൾ രണ്ടുപേരും ജിമ്മ് സ്റ്റാർട്ട് ചെയ്തുല്ലോ. അപ്പോൾ മോട്ടിവേഷന് വേണ്ടിയിട്ട് കുറച്ച് ജിം ഡ്രസ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വന്നു. ഇത്തവണ വലിയ പാക്ക് വിഷ്ണുവിൻ്റെ കേട്ടോ, ചെറിയ പാക്കാൻ്റെ. തുറന്നു നോക്കിയോക്കൂ. ഇത് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒരു 5-6 ദിവസമൊക്കെ ഉണ്ടായിരിക്കും. റിട്ടേൺ ഇവിടെ കത്രിക അത് കാണാല്ലേ? ഇവിടുത്തെ കത്രിക അതെവിടെ? ഇത് എപ്പോഴും ഇങ്ങനെ മറ്റേ അശരീരി കേൾക്കണമല്ലേ? ഇല്ല. കണ്ടോ വിഷ്ണുവിൻ്റെ ജിം ഡ്രസ് കളക്ഷൻ. ഇവിടെ 30 ദിവസം റിട്ടേൺ ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇനി പാകല്ലെങ്കിൽ റിട്ടേൺ ചെയ്യണം. പൊളിക്കൂല വിഷ്ണു, ഒത്തിരി ഉണ്ടല്ലോ. ഈ ജിം ഷാർക്ക് എന്ന് പറയുന്നതേ നമ്മുടെ ഇങ്ങനത്തെ ജിമ്മിലൊക്കെ പോകുമ്പോഴാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സാണ്. അതിലെല്ലാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ ഇൻസ്റ്റഗ്രാം വഴി പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണെന്നാണ് എന്നോട് ദീപ ചേച്ചി പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ അവരുടെ ട്രാക്സും അതേപോലെ തന്നെ ബനിയൻസും ഒക്കെ ട്രൈ ചെയ്തു. എനിക്ക് ആക്ച്വലി ഗുഡായിരുന്നു, നല്ല ഫിറ്റായിരുന്നു. വിഷ്ണുവിൻ്റെ അധികം മറ്റേ ബാഡ്മിൻ്റൺ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് ആട്ടോ. പിന്നെ ജിമ്മിലോട്ട് ഇട്ട് പോകാൻ പറ്റിയ ടൈപ്പ് ഹൂഡീസും കൊള്ളാട്ടോ. എനിക്ക് ഓവർ സൈസ് ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. എന്തട്ടാ എനിക്ക് വേണ്ടടത്തേക്കൊക്കെ ഇടാം, വേണമെങ്കിൽ എനിക്കും ഇടാം. നമുക്ക് മുന്നേ വീക്ക്ലി എല്ലാ ദിവസവും രാത്രി എന്തൊക്കെ ചെയ്യുന്നുള്ള ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് മൺഡേ ടു ഫ്രൈഡേ നമ്മൾ എന്തെങ്കിലും ഡിന്നറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യും. ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ആലോചിക്കുക, ഇടയ്ക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഒന്നെങ്കിൽ ഫ്രൈഡേ നൈറ്റ് അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് നമ്മളൊരു മൂവി ഒരുമിച്ചിരുന്ന് കാണും. പക്ഷെ നമ്മളൊന്ന് നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളെപ്പോഴും സമയം തികയാത്ത ഒരു കാര്യത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 2 വീക്സ് ഞാനും വിഷ്ണുവും അത്യാവശ്യം നല്ലോണം ടൈം ഇൻവെസ്റ്റ് ചെയ്ത് യുവിക്ക് ചെറിയ റുട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും കഴിഞ്ഞ വ്ളോഗിനെക്കാളും കുറച്ചും കൂടെ റിലാക്സ്ഡ് അല്ലേ ഞാൻ ഈ വ്ളോഗിൽ. ഇതങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അങ്ങനെ റുട്ടീനൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്നാലും ഏകദേശ സമയങ്ങളിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള ചെറിയൊരു ട്രെയിനിങ്. അതൊട്ടും അങ്ങനെ അവനെ നമ്മൾ കരയിപ്പിച്ച് ടയേർഡാക്കിയിട്ടൊന്നും അല്ല കേട്ടോ അത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചെടുത്തത്. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവനെയും അവൻ നമ്മളെയും നല്ലോണം മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ കാര്യങ്ങളൊന്ന് ശരിയാക്കിയെടുത്തത്. എന്തായാലും കുറച്ചും കൂടെ ബെറ്ററായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെ ഓരോ പേരൻസിൻ്റെ ചോയ്സും സാഹചര്യവും ഒക്കെയാണ് കേട്ടോ. ഒന്നും മറ്റൊന്നിനേക്കാൾ നല്ലതെന്നുള്ള കമ്പാരിസൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ പേരൻസും എന്തായാലും അവരവർക്ക് പറ്റുന്ന ബെസ്റ്റാണല്ലോ നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുക. നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് മൂവി കാണുന്ന ദിവസങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ മൾട്ടി ടാസ്ക് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് ഞാൻ ചെയ്യുന്ന കാര്യം നമ്മുടെ നെക്സ്റ്റ് വീക്കിലോട്ട് വേണ്ട മീലും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പ്ലാൻ ചെയ്യും. അതായത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാപ്പ് ചെയ്തിട്ടുള്ള സംഗതി ഉണ്ടല്ലോ. അതെനിക്ക് ആക്ച്വലി കുറച്ച് സമയം എടുക്കുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ എടുത്ത് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെക്കും. ഒപ്പം ഗ്രോസറി ഷോപ്പ് ചെയ്യാനുള്ള ലിസ്റ്റും കാര്യങ്ങളും വിഷ്ണുവിന് അയച്ചിടും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ മൂവി കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നൊരു കാര്യമാണേ. പിന്നെ ഞാൻ എൻ്റെ കുറേ എഡിറ്റിംഗ് ഈ ഒരു സമയത്ത് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇരുന്ന് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനിമലയാളി. ടാറ്റാ, പെട്ടെന്ന് കാണാം.